അക്കരെ അങ്ങനെ 2025 കൊട്ടിയൂർ മഹോത്സവം വന്നെത്തിയിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഉത്സവമാണ് കൊട്ടിയൂരെന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതോടൊപ്പം ഒരുപാട് പാട്ടുകളുണ്ട്. പണ്ട് മുതലേ ഒരുപാട് പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി വരാറുണ്ട്. കൊട്ടിയൂർ ഒന്ന് പോണം. അതായത് മെയിനായിട്ട് ഞാൻ ആ തുടക്കത്തിലിട്ട അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലേ ഇക്കരെ അപ്പനെ കാണാവൂ എന്നുള്ള പാട്ട്. സോ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് രണ്ടമ്പലം പോലെയൊക്കെ മൈൻഡിൽ പണ്ട് തോന്നുമായിരുന്നു. അപ്പോൾ എന്തായാലും പോകണമെന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊട്ടിയൂർ പോയത്. പക്ഷേ അന്ന് എനിക്ക് വ്ളോഗൊന്നും ചെയ്യാനുള്ളൊരു ഇത് തോന്നിയില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം. കൊട്ടിയൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 108 ശിവാലയങ്ങളിൽ ഒരു ശിവാലയം കൊട്ടിയൂരാണ്. സോ അത് നമുക്ക് പറയാം. പിന്നെ ശിവൻ്റെ സ്വയംഭൂ ലിംഗം, അതായത് കൊട്ടിയൂർ അക്കരെ ഇക്കരെ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളാണുള്ളത്. അതായത് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അതായത് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. ഇക്കരെ കൊട്ടിയൂരെന്ന് പറയുമ്പോൾ അത് ശിവക്ഷേത്രമാണ്. അതായത് ശിവൻ്റെ അമ്പലമാണ് ഇക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂരെന്ന് പറയുന്നത് അത് കാട്ടിനകത്തുള്ള ഒരു സ്വയംഭൂ ലിംഗവും ഒരു വർഷത്തിൽ 30 ദിവസം അല്ലെങ്കിൽ 28 ദിവസം മാത്രം നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവാദമുള്ള കാട്ടിനകത്തുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദക്ഷയാഗം നടന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലം കൂടെയാണ്. അതായത് ദക്ഷൻ്റെ യാഗം, അതായത് ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷൻ നടത്തിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ യാഗം. പക്ഷേ ഈ യാഗത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ശിവനെയും ശിവൻ്റെ ഭാര്യയായ സതീദേവിയെയും വിളിച്ചില്ല. അതായത് സതീദേവി എന്ന് പറയുന്നത് ദക്ഷൻ്റെ മകളാണ്. എന്നാൽ സതീദേവി ദക്ഷനെ എതിർത്താണ് ശിവനെ വിവാഹം കഴിച്ചത്. അതായത് ദക്ഷൻ ഒരിക്കലും ശിവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ദക്ഷന് എന്തുകൊണ്ടാണ് ശിവനോട് ഇത്രയും ദേഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മാവ് പണ്ട് തൻ്റെ ഈ ഒരു അറിവിനാൽ ഒരുപാട് അഹങ്കാരം കാണിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു ടൈമിൽ മഹാദേവൻ ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ശിവനെ വണങ്ങുന്നില്ല, അതായത് ശിവനെ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ ശിവന് ദേഷ്യം വന്നു. ആ ഒരു ടൈമിൽ ശിവൻ തൻ്റെ മറ്റൊരു രൂപമായ കാലഭൈരവനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തി. ഈ കാലഭൈരവനെ കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് അറുത്തു മാറ്റിയായിരുന്നു. അതിൻ്റെ പ്രായശ്ചിത്തം, അതായത് ബ്രാഹ്മണ ഹത്യ എന്ന് പറയുന്നത് വലിയൊരു പാപം തന്നെയാണ്. അത് എത്ര തലമുറ നീണ്ടു നിന്നാലും നമുക്കൊരു മോക്ഷം അതിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കാശിയിൽ കാലഭൈരവൻ അവിടെ കാവലായിട്ട് നിൽക്കാനുള്ള ഏക കാരണം. കാരണം കാലഭൈരവനെ ഫുൾ ടൈം അവിടെ ആ ഒരു ബ്രാഹ്മണ ഹത്യയ്ക്ക് ആ ഒരു പരിഹാരമായിട്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം അത് ഈ ഒരു ദക്ഷൻ അറിഞ്ഞായിരുന്നു. സ്വന്തം പിതാവിൻ്റെ തലവെട്ടി മാറ്റിയ ഒരു വ്യക്തിയോട് പുള്ളിക്കാരൻ അല്ലെങ്കിൽ ദക്ഷന് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്ന് മുതലാണ് ദക്ഷന് ശിവനോട് അടങ്ങാത്ത വൈരാഗ്യവും എല്ലാം നിൽക്കുന്നത്. സോ ദക്ഷൻ എന്ന് പറയുന്നത് ഒരു വിഷ്ണു ഭക്തനാണ്. സോ ദക്ഷൻ സതിയിൽ നിന്ന്, അതായത് ശിവനെ സതിയിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തിയിരുന്നു. അതായത് ദക്ഷൻ ആദിപരാശക്തിയെ ശക്തിയെ പ്രാർത്ഥിച്ച് സ്വന്തം മകളായിട്ട് വേണമെന്ന് വരം വാങ്ങി. പക്ഷേ ആദിപരാശക്തി അപ്പോഴേ പറഞ്ഞിരുന്നു, എനിക്ക് കല്യാണപ്രായമാവുന്ന സമയത്ത് ഞാൻ ശിവനിൽ ലയിക്കും, അല്ലെങ്കിൽ ശിവനാണ് എൻ്റെ ഭർത്താവായിട്ട് വരേണ്ടത്. കാരണം എന്നാലേ അതൊരു പൂർണ്ണമാവത്തുള്ളൂ. അതായത് ശിവനും ശക്തിയുമാണ് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു കറക്റ്റ് ബാലൻസിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ദക്ഷൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് ശിവനിൽ നിന്ന് സതിയെ അകറ്റി മാറ്റി നിർത്തിയിരുന്നു ദക്ഷൻ കുറേ നാൾ. പക്ഷേ നമുക്കറിയാമല്ലോ, വിധിയെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന സതി ശിവനെക്കുറിച്ച് അറിയുകയും ശിവനിൽ സതിക്ക് ഇഷ്ടം തോന്നുകയും ദക്ഷനെ ധിക്കരിച്ച് ശിവൻ്റെ കൂടെ കൈലാസത്തിലേക്ക് സതി പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദക്ഷൻ ഈ പറയുന്ന ദക്ഷൻ്റെ പ്രൗഢി ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടി യാഗം വയ്ക്കുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ ദേവന്മാരും ദേവിമാരും അതോടൊപ്പം മുനിമാരും എല്ലാവരും അവിടെ വന്നിരുന്നു. ആ ഒരു സമയത്ത് ശിവനെ മാത്രം മാറ്റി നിർത്തി. അപ്പം ശിവനെ മാറ്റി നിർത്തി ഒരു യാഗവും നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. കാരണം
യാഗത്തിൽ ശിവന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. സോ അങ്ങനെ നമ്മുടെ ശിവനെ ഈ ഒരു യാഗത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും സതി പറഞ്ഞു എൻ്റെ അച്ഛനാണ്. സോ ഞാൻ ചെന്നാൽ എന്നെ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു യാഗത്തിലേക്ക് എന്നെ കയറ്റി വിടും. അല്ലെങ്കിൽ എന്നെ പുള്ളി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ആ ഒരു വാക്ക് ശിവഭഗവാൻ അപ്പോഴും പറഞ്ഞു പോവരുത്. കാരണം നമ്മളെ ഇൻവൈറ്റ് ചെയ്യാത്തൊരിടത്തേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ സ്വന്തം അച്ഛനല്ലേ പിതാവല്ലേ എന്ന് കരുതി സതീദേവി അവിടെ കൈലാസത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു യാഗത്തിലേക്ക് വന്നു. സോ ഈ ഒരു യാഗത്തിലേക്ക് വന്ന സമയത്ത് ദക്ഷൻ ആ ഒരു സതീദേവിയെ അംഗീകരിച്ചില്ല, വിളിച്ചില്ല. അതുമാത്രമല്ല അതായത് ശിവനെ ഒരുപാട് അപമാനിച്ചു. അതായത് ചുടലഭസ്മം ധരിക്കുന്ന ആളാണ്, കാട്ടാളനാണ്, കാട്ടുവാസിയാണ്, ഈ പറയുന്ന അഘോരികളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഇങ്ങനെ പറഞ്ഞ് ദക്ഷൻ ഒരുപാട് ശിവനെ അപമാനിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ സതിക്ക് ഭയങ്കരമായിട്ട് അതായത് നല്ല രീതിയിൽ സതിക്ക് ദുഃഖം വന്നു. അങ്ങനെ സതിക്ക് തിരിച്ച് ശിവൻ്റെ അടുത്തേക്ക് ചെല്ലാനും പറ്റത്തില്ല. കാരണം ഭർത്താവ് പോകണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താൻ പോയിട്ട് അപമാനിക്കപ്പെട്ടു ഒരു കുറ്റബോധവും എല്ലാ വിഷമവും ഒക്കെ വന്ന് സതീദേവി അവിടുന്ന് മാറി ഈ തൃശ്ശില്ലേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സമയം ഇരുന്നു എന്നും നമുക്ക് പറയുന്നുണ്ട് ഐതിഹ്യം. എന്നിട്ടാണ് വീണ്ടും തിരിച്ചു വന്ന് അഗ്നിഹൂതി ചെയ്തു. അതായത് ഈ ഒരു യാഗത്തിലേക്ക് ചാടി മരിച്ചു എന്ന് പറയാറുണ്ട്. സോ ചില കുറച്ചിത് പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ സതീദേവി ആ ഒരു യാഗത്തിലേക്ക് ചാടി മരിച്ചു. ഇത് ശിവൻ അറിഞ്ഞു. പുള്ളിക്കാരൻ കോപം കൊണ്ട് ഭയങ്കര ദേഷ്യം വന്നു. താണ്ഡവമൊക്കെ അവിടെ നടത്തിയിട്ട് വീരഭദ്രനെയും ഭദ്രകാളിയും വിട്ടു. സോ ആ വീരഭദ്രൻ വന്ന് ദക്ഷൻ്റെ തല അറുത്താണ് ആ ഒരു ഇത് നിർത്തിയത്. പിന്നെ ഒരുപാടുണ്ട് ഇതിൽ. ഒടുക്കം ദേവന്മാരെല്ലാം കൂടെ ശിവനെ തൊഴുത് നമസ്കരിച്ചപ്പോൾ തിരിച്ച് ദക്ഷൻ്റെ തലയ്ക്ക് പകരം ഒരു ആടിൻ്റെ തല വെച്ച് ദക്ഷനെ അവിടെ നിന്ന് മുക്തി കൊടുത്തു. അതോടൊപ്പം ആ ഒരു യാഗവും കംപ്ലീറ്റ് ആക്കിയെന്നാണ് ഐതിഹ്യം. സോ ഈ ഒരു യാഗം നടത്താൻ മെയിൻ കാരണമായത് ഭൃഗുമുനിയാണ്. സോ ഭൃഗുമുനിയുടെ താടി പറിച്ച് വീരഭദ്രൻ എറിഞ്ഞതാണ് ഈ ഓടപ്പൂ എന്ന് കരുതുന്നത്. അതുമാത്രമല്ലാതെ ആ യാഗം അതിനുശേഷം നന്നായിട്ട് നടന്നു. സോ ഇതാണ് കൊട്ടിയൂർ എല്ലാ വർഷവും ഈ ഒരു യാഗം നടന്ന ഒരു ഉത്സവമായിട്ട് കരുതുന്നത്. വർഷാവർഷം വീരഭദ്രൻ ആ ഒരു ദക്ഷൻ്റെ തലയറുത്ത ആ ഒരു വാള് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഉത്സവം തുടങ്ങുന്നത് തന്നെ കൊട്ടിയൂർ. അങ്ങനെ കൊട്ടിയൂർ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട്? കൊട്ടിയൂരിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വരും വീഡിയോയിൽ ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ ഈ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ മനുഷ്യനാണ്, എന്തായാലും എനിക്കും തെറ്റ് പറ്റും. സോ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. സോ എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള